ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ട് ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തെത്തിയ ശുഭാംശു ശുക്ല രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന നേട്ടം കൈവരിച്ച നിമിഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു ചരിത്ര നിമിഷമാണ്. അതുകൊണ്ട് തന്നെ PSC പരീക്ഷകളിൽ ഇപ്പോൾ കറണ്ട് അഫെയർ ആയിട്ടും പിന്നീട് GK ആയിട്ടും ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുതയാണ് ആക്സിയം 4 ദൗത്യം. അതുകൊണ്ട് തന്നെ ഈ ദൗത്യത്തെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയുടെ അഭിമാനമായ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്രാ ദൗത്യത്തിന്റെ പേരാണ് ആക്സിയം 4. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ പൗരനാണ് അദ്ദേഹം. കൂടാതെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനുമാണ്. 2025 ജൂൺ 25 ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള 4 അംഗ സംഘം US-ലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് യാത്ര തിരിച്ചത്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 ബ്ലോക്ക് 5 എന്ന റോക്കറ്റിൽ ഡ്രാഗൺ C213 പേടകത്തിലായിരുന്നു സംഘത്തിന്റെ യാത്ര. അമേരിക്കയുടെ പെഗ്ഗി വിറ്റ്സൺ, പോളണ്ടിന്റെ സ്ലാവോസ് വിസ്നീവ്സ്കി, ഹംഗറിയുടെ ടിബോർ കാബു എന്നിവരായിരുന്നു ശുഭാംശു ശുക്ലയുടെ സഹയാത്രികർ. ജൂൺ 26 ഡ്രാഗൺ C213 പേടകം ബഹിരാകാശ നിലയത്തിൽ ഹാർമണി സെനിത് കവാടവുമായി ഡോക്ക് ചെയ്തു. 18 ദിവസം ബഹിരാകാശ നിലയത്തിൽ ചിലവഴിച്ച ശേഷം 2025 ജൂലൈ 15 ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള 4 അംഗ സംഘം ഭൂമിയിൽ തിരിച്ചെത്തി. ബഹിരാകാശത്ത് ചിലവഴിച്ച ദിവസങ്ങളടക്കം ആകെ 21 ദിവസങ്ങളായിരുന്നു ദൗത്യത്തിന്റെ കാലയളവ്. ഇതുപോലെയുള്ള കൂടുതൽ കറണ്ട് അഫെയർസിനായി വിസിറ്റ് അവർ ചാനൽ aim4PSC.